നീ എന്ത് ഞെരുക്കത്തിലാണ് ഇന്നായിരിക്കുന്നത്? ഒരുപക്ഷെ വിചാരിക്കുന്നത് പോലെ കാര്യങ്ങൾ നടക്കുന്നില്ല എന്നുള്ള ഞെരുക്കമായിരിക്കും. കുടുംബത്തിൽ ബന്ധ തകർച്ചകളിലെ ഞെരുക്കമായിരിക്കും. കൂട്ടത്തിലുള്ള കുടുംബാംഗങ്ങൾക്ക് എന്നെ മനസ്സിലാകുന്നില്ല എന്നുള്ള ഞെരുക്കമായിരിക്കും. പലതരത്തിലുള്ള കണക്കുകൂട്ടലുകളുണ്ട്, പക്ഷേ ഒന്നും അങ്ങോട്ട് ശരിയാവുന്നില്ല എന്ന് ചിന്തയുണ്ടാവും. അൺഎക്സ്പെക്റ്റഡായി അപ്രതീക്ഷിതമായിട്ടുണ്ടായ ചില കാര്യങ്ങളിൽ നീ ഭാരപ്പെട്ടാണോ പ്രാർത്ഥിക്കുന്നത്? ചിലപ്പോൾ നിനക്കുണ്ടായ ചില രോഗങ്ങൾ, അതോടൊപ്പം തന്നെ നീ ഇന്ന് കടന്നു പോകുന്ന ചില മേഖലകൾ, സാമ്പത്തികമായ ഞെരുക്കം, മറ്റുള്ളവരാൽ പറ്റിക്കപ്പെട്ടവർ, ഒരു ജീവിതത്തിൽ അധ്വാനിച്ചത് മുഴുവൻ മറ്റുള്ളവർ അപഹരിച്ചെടുത്തുകൊണ്ടുപോയി വിഷമത്തിൽ പ്രാർത്ഥിക്കുന്നവരുണ്ടല്ലോ. ഈശോയോട് പറ, ഈശോയെ, എൻ്റെ ഉള്ളിലുള്ള ഞെരുക്കം ഇതാണ്. ദൈവമേ, ഇനി എന്തു ചെയ്യും? അധ്വാനിച്ചത് മുഴുവൻ കയ്യിൽ നിന്ന് പോയി, എന്തു ചെയ്യുമെന്ന് വിഷമിക്കുന്നവരുണ്ട്. ഒരുപക്ഷെ ഒരു നന്മയ്ക്ക് വേണ്ടി മറ്റുള്ളവരെ സഹായിക്കാൻ വേണ്ടി പണം കടം കൊടുത്തവരാണ്, പക്ഷെ തിരിച്ചു കിട്ടാതെ വിഷമിക്കുന്നവരുണ്ട്. ഒരുപക്ഷെ ഏതെങ്കിലും സ്ഥലം വിൽപ്പന വാങ്ങൽ, അതിനോട് ബന്ധപ്പെട്ട് പണം കൊടുത്തു, പക്ഷെ പിന്നീട് ഒന്നും നടക്കുന്നില്ല, വല്ലാത്ത ഞെരുക്കമുള്ളവരുണ്ട്. പഠനം കഴിഞ്ഞു ഒരു നല്ല ജോലി കിട്ടാത്തതിന് ഞെരുക്കത്തിലുണ്ട്. വിവാഹാലോചനകൾ പലതും വരുന്നു, ഒന്നും അങ്ങോട്ട് ക്രമീകരിക്കപ്പെടുന്നില്ല എന്നുള്ള ഞെരുക്കത്തിലുള്ളവരുണ്ട്. വീട് പണി നടത്തണമെന്നുണ്ട്, അതൊന്നും അങ്ങോട്ട് ശരിയാകുന്നില്ല എന്ന് ഞെരുക്കത്തിലുള്ളവരുണ്ട്. അങ്ങനെ തുടങ്ങി അനേക തരത്തിലുള്ള ഞെരുക്കത്തിലൂടെ കടന്നു പോകുന്നവർ ഈ ആരാധനയിൽ പങ്കെടുക്കുന്നുണ്ടല്ലോ. ഭാവിയിൽ ഇനി എന്തു ചെയ്യണമെന്നറിയാതെ വിഷമിക്കുമ്പോൾ ഇതാ നിന്നോട് ഈശോ പറയുന്ന കാര്യം. യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം 32-ാം തിരുവചനം, നിങ്ങൾ എന്നിൽ സമാധാനം കണ്ടെത്തേണ്ടതിനാണ് ഞാനിത് നിങ്ങളോട് പറഞ്ഞത്. ലോകത്തിൽ നിങ്ങൾക്ക് ഞെരുക്കമുണ്ടാകും, എങ്കിലും ധൈര്യമായിരിക്കുവിൻ, ഞാൻ ലോകത്തെ കീഴടക്കിയിരിക്കുന്നു. നിങ്ങൾക്കിങ്ങനെയെല്ലാം പലതരത്തിലുള്ള ഞെരുക്കങ്ങളുണ്ട്, പക്ഷേ നീ ധൈര്യമായിരിക്കുക, നീ ധൈര്യമായിരിക്കുക. ഇതാ കർത്താവ് നിന്നിൽ ഇടപെടുകയാണ്. നീ ധൈര്യമായിരിക്കുക, ഭാരപ്പെടരുത്, നീ വിഷമിക്കരുത്, നീ ധൈര്യമായിരിക്കുക. ഈ ഞെരുക്കത്തിൽ ദൈവം നിന്നിൽ ഇടപെടാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സങ്കീർത്തകൻ പഠിപ്പിക്കുന്നത് പോലെ ഈ ഞെരുക്കത്തിൽ ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കാൻ നീ മനസ്സ് കാണിക്കുന്നുണ്ടോ? എങ്കിൽ ഈ ഞെരുക്കം ഒരു അനുഗ്രഹമായിട്ട് മാറും. ലോകം മുഴുവൻ പലതരത്തിൽ ആഘോഷിക്കുമ്പോൾ ആഘോഷിക്കാൻ പറ്റാതെ ഈ ഞെരുക്കം നിന്റെ ഉള്ളിലുള്ളപ്പോൾ ഈ ഞെരുക്കത്തെ കർത്താവ് ഒരു അനുഗ്രഹമാക്കി മാറ്റാൻ ആഗ്രഹിക്കുന്നു.